എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. അമരമ്പലം പഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തുന്നതിനെതിരെ പഞ്ചായത്ത് UDF മെമ്പർമാർ. പഞ്ചായത്തിൽ നികുതി പണമെടുത്ത് നടത്തുന്ന സദസ്സിൽ വികസനം എവിടെയെന്ന് കാണിച്ചു തരണമെന്നും മെമ്പർമാർ ആരോപിച്ചു. ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നത്തിലേക്ക് തിരിച്ചുവരണമെന്നും ജനങ്ങളുടെ നികുതി പണമെടുത്ത് നടത്തുന്ന ഇത്തരം ധൂർത്ത് പരിപാടികൾ നടത്തരുതെന്നും മെമ്പർമാർ ആരോപിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു വലിയ പരിപാടി, എല്ലാ രംഗത്തുള്ള സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ, അതേപോലെ തന്നെ വ്യാപാരികൾ, എല്ലാ മേഖലകളിലുള്ള ആളുകളെയും വിളിച്ചുകൊണ്ടുന്നൊരു വലിയ സദസ്സിന് തുടക്കമിട്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ സദസ്സിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. സദസ്സ് പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം സദസ്സ് പൂർണ്ണമായി പരാജയപ്പെടാനുള്ള കാരണം ഒരു ചെറിയ ഓഡിറ്റോറിയം, ഈ അമരമ്പലം പഞ്ചായത്തിലെ ഏറ്റവും ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വികസന സദസ്സ് നടത്തിയിട്ട് ഞങ്ങൾ പത്രസമ്മേളനത്തിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾ ഈ പഞ്ചായത്തിൽ വികസന മുരടിപ്പ് മാത്രമാണ്, ജനദ്രോഹ സർക്കാരാണ് സംസ്ഥാന സർക്കാർ എന്നുള്ള നിലക്ക് തന്നെ പരിമിതമായ ആളുകൾ മാത്രം പങ്കെടുത്ത ഒരു വികസന സദസ്സായിട്ട് ആ സദസ്സ് അലങ്കോലപ്പെട്ടു എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം സാധാ നിലക്ക് തന്നെ അംഗനവാടി ടീച്ചർമാർ, ആശാ വളണ്ടിയർമാർ, കുടുംബശ്രീ അംഗങ്ങൾ അടക്കം, അതേപോലെ തൊഴിലുറപ്പ് മേഖലയിലുള്ള ആളുകളെ നിർബന്ധിതമായി അവിടെ എത്തിച്ചാൽ തന്നെ ആ ഓഡിറ്റോറിയം തിങ്ങി നിറയേണ്ട ജനസാന്ദ്രത അവിടെ കണ്ടതാണ്. പക്ഷേ അത്തരം ആളുകൾ പോലും, ആശാ വളണ്ടിയർമാരുടെ കാര്യം നിങ്ങൾക്കറിയാം, എല്ലാ ആളുകളും ഇതിനോട് വിയോജിപ്പ് കാരണം ഇന്ന് അതിന് പങ്കെടുത്തില്ല. ഇത് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരിന്റെ നിങ്ങൾക്കറിയാം നിത്യോപയോഗ സാധനങ്ങൾക്ക് വർദ്ധിച്ച വില വർധനമാണ്. കെട്ടിട നികുതികൾക്ക് വർധനവ് കൂടി വലിയ 200, 300, 500% കൂട്ടിയിട്ട് അതിന്റെ പകുതിയാക്കി. അപ്പോഴും ഒരു 200% വർധനവുള്ള നിലനിൽക്കുന്ന സമയം, ഭൂമിന്റെ അടിസ്ഥാന വിലയിൽ 20% വർധനവ്, ഭൂനികുതിയിൽ 50% വർധനവ്, വാഹന രജിസ്ട്രേഷൻ ഫീ ഇരട്ടിയാക്കി, പഴയ വാഹനങ്ങൾക്ക് അതിനേക്കാൾ ഇരട്ടിയാക്കി ടാക്സ് വർദ്ധിപ്പിച്ചു. വെള്ളക്കരത്തിന് നിങ്ങൾക്കറിയാം 44 രൂപക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വെള്ളം കിട്ടിയിരുന്നത് ഇന്ന് 150 ചില്ലാന്റെ മുകളിലേക്കാണ് ബില്ല് വരുന്നത് സാധാരണക്കാർക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ വൈദ്യുതി ചാർജ് കുത്തനെ കൂടി. വൈദ്യുതി ചാർജ് എല്ലാവരും സാധാരണക്കാർ ഏറ്റവും ഇന്ന് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന സാധനം വൈദ്യുതി എന്നുള്ളത്. അതുപോലെ തന്നെ കർഷക വിരുദ്ധ നയങ്ങൾ സർക്കാർ. ഇതൊക്കെ കാരണം സാധാരണ വരുന്ന ജനങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞത് മൂലമാണ് ഇന്ന് ആ പരിപാടി അവിടെ പരാജയപ്പെട്ടത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ ഭരണപക്ഷത്തെ അംഗബലം കൊണ്ട് ഞങ്ങൾ പരിപാടി നടത്തുമെന്ന നിലപാട് മാറ്റണമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരുപാട് പരാതികൾ ഇവിടുത്തെ ആളുകൾ കൊടുത്തു. എത്ര പരാതിക്ക് ഇവർ പരിഹാരം കണ്ടു എന്ന് ഇവർ പറയണ്ടേ? അങ്ങനെയാണല്ലോ വികസനങ്ങൾ നടപ്പിലാക്കി എന്ന് പറയേണ്ടത്. അതിനോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ 2025 തീരേണ്ട ഒരു പദ്ധതിയാണ്. ഇതുവരെ തീർന്നിട്ടില്ല. വെള്ളം വരുന്നത് പോട്ടെ, മുഴുവൻ റോഡുകളും പൊളിച്ചിട്ടതാണ്. ഒപ്പം തന്നെ നമ്മൾ വയനാട് ദുരന്തത്തിന് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തു. ഇന്നും അവിടുത്തെ ജനങ്ങൾ ഷെഡ് കെട്ടിയിട്ടും വാടകപ്പെരയിലും താമസിക്കുന്ന അവസ്ഥയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള വികസന മുരടിപ്പ് ഈ പഞ്ചായത്തിൽ മുഴുവൻ ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിന് മുൻ ഭരണസമിതികൾ ചെയ്തത് തുടർന്ന് നടത്തുക എന്നുള്ളതല്ലാതെ ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തമായ ഒരു പദ്ധതി പോലും. പരിമിതമായ ആളുകൾ മാത്രം പങ്കെടുത്ത പൂർണ്ണമായ ഒരു പരാജയമാണ് ഇന്ന് നടന്ന സദസ്സെന്നും എല്ലാ മേഖലയിലും വർധനവ് വരുത്തി എന്ത് വികസനമാണ് ജനങ്ങൾക്ക് മുൻപിൽ ഇവർ അവതരിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് UDF മെമ്പർമാർ ആരോപിച്ചു. 50,000 രൂപ പഞ്ചായത്ത് നൽകി നവകേരള സദസ്സ് നടത്തിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്നും ഇവർ ചോദിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ VK ബാലസുബ്രഹ്മണ്യൻ, MT നസർബാൻ, നിഷാദ് പൂക്കോട്ടുംപാടം, N വിഷ്ണു, സുനിത നോട്ടത്ത്, MA റസാഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നിലാവ് പദ്ധതിയിൽ 7 വർഷക്കാലം ഗ്യാരണ്ടിയുള്ള ബൾബുകൾ അത് മാറ്റി സ്ഥാപിക്കാനും അതിൻ്റെ കോൺട്രാക്ടർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കൃഷിയിടങ്ങൾക്ക് വെള്ളം സംഭരിച്ച് നിർത്തേണ്ട ഒരു സമയമാണ്. പല തടയണകളിലും ചീപ്പുകൾ നഷ്ടപ്പെട്ടിട്ട് ആ ചീപ്പുകൾ പുനഃസ്ഥാപിക്കാനും വെള്ളം കെട്ടി നിർത്താനും വേണ്ട നടപടികൾ ചെയ്തിട്ടില്ല. വനാതിർത്തികൾ TK കോളനി അതുപോലെ തന്നെ പാട്ടകരിമ്പ് അടക്കമുള്ള സ്ഥലങ്ങളിൽ കരടി ശല്യം അതിരൂക്ഷമാണ്. വനംവകുപ്പിൻ്റെ 2 കരടിക്കൂട് മാത്രമാണുള്ളത്. അത് പുലിക്കൂടായിട്ടും കരടിക്കൂടായിട്ടും അതാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു കരടിക്കൂട് കരടി തകർത്ത് പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത്തരം കൂടുകൾ ഉണ്ടാക്കി സ്ഥാപിക്കാൻ കഴിയും. ആ ഭാഗത്തുള്ള ജനങ്ങളുടെ പേടിയും ഭയപ്പാടും മാറ്റാൻ കഴിയും. ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഭരണസമിതി നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ തയ്യാറാകാതെ ഈ കാര്യങ്ങളൊക്കെ ബോർഡ് മീറ്റിങ്ങിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പം
കൂടുതൽ അംഗബലത്തിൻ്റെ ആ ഒരു കരുത്ത് കാട്ടിയിട്ട് പ്രതിപക്ഷ മെമ്പർമാരെ വളരെ അവഹേളിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് UDF മെമ്പർമാർ എന്നും വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ബോർഡിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് അലസിപ്പിക്കുകയും ഇവിടെ ആർപ്പോ അമരമ്പലം, അതേപോലെ തന്നെ വികസന സദസ്സിന് വേണ്ടിയിട്ട് 2 ലക്ഷം, അതേപോലെ നവകേരള യാത്രയ്ക്ക് 50,000 തുടങ്ങിയിട്ട് ആഘോഷത്തിന് വേണ്ടി പൈസ ചെലവാക്കുകയും ധൂർത്ത് നടത്തിക്കൊണ്ട് ഇതിൽ നിന്ന് വലിയ ഒരു അഴിമതി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.